ഹലോ, ഞങ്ങളിന്നിപ്പോൾ പഞ്ചാബിലുള്ള ഒരു ആൻറ്റി, പിന്നെ അവർ ബീഹാറിലാണ് താമസിക്കുന്നത് വീടൊക്കെ. അന്നേരം അവർ സ്പെഷ്യലായിട്ടുള്ളത് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ലിട്ടി എന്നതിൻ്റെ പേര്. അപ്പോൾ കടലപ്പൊടിയും പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, അജ്വൈന്, കരിഞ്ജീരകം, വലിയ ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കുകയാണ്. പിന്നെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കായപ്പൊടി, അതിലേക്ക് ചെറുനാരങ്ങ കൊണ്ട് മാങ്ങേൻ്റെ അച്ചാറ് ഇട്ടിട്ട് അതിന് മിക്സ് ആക്കുകയാണ്. കടുകെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. കടുകെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ബീഹാറിലെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ഫുഡാണിത്. നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇവിടെ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റുള്ള സാധനങ്ങൾ. ചെറുങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇങ്ങനെ ഗോളാക്കിയിട്ട് അതിൽ നമ്മളെ നിറയ്ക്കുക. ഇതിൻ്റെ മസാലകൾ നിറച്ചെടുക്കുക. മസാലകൾ നന്നായിട്ട് നിറയ്ക്കുക. നന്നായിട്ട് ഗോളാക്കിയിട്ട് വെക്കുക. ഇത്ര നന്നായിട്ട് അവർ ചെയ്യുന്നത്, അത്ര വൃത്തിയായിട്ടാണ്. അങ്ങനെ എല്ലാം അതിൻ്റെ അകത്ത് നിറച്ച് വെക്കുക മസാലകൾ. അതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയ ചാണകല്ലേ അത് കത്തിച്ചിട്ടാണ്. അതിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു ചൂളുണ്ട് മണ്ണിൻ്റെ, അതിൽ നിറച്ച് വെക്കുക. പൊട്ടിച്ചിട്ട് കത്തിക്കുക. പെട്ടെന്ന് പിടിച്ചെടുക്കുക. നല്ല കനലായിട്ട് തന്നെ ആൻറ്റി പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ചെയ്യുന്നത് കാണിച്ചാൽ മതി, ഫേസ് കാണിക്കരുത്. അതാട്ടോ ഫേസ് കാണിക്കരുത് ആൻറ്റീൻ്റെ. ഫസ്റ്റ് ടൈം തീ പിടിക്കാൻ വേണ്ടി ചെയ്താണ്. ഒരു 20 മിനിറ്റെങ്കിലും വേണം അതൊന്ന് റെഡിയാക്കിയിട്ട്. ടൈം പറയുമ്പോൾ കണ്ടിരിക്കാനൊരു ടൈം പാസ്സാണ്.
റോളൊക്കെ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെല്ലാം നിറച്ചത് അപ്പം നല്ല കണലായിട്ട് കണലിനകത്തേക്ക് ഓരോന്നോരോന്ന് ഇട്ടതിന് ശേഷം പെട്ടെന്ന് കരിഞ്ഞ് പോകും. അതിങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന്. ഇത് ആട്ടേൻ്റെ കാര്യം കൊണ്ട് പെട്ടെന്ന് കരിയും. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സൈഡിൽ നിന്ന് കരിയുന്നുണ്ട്. ഞാൻ ഷോർട്സ് മാത്രം ഇടല്ല, വീഡിയോ അങ്ങനെ ഇടല്ല. അതാണ് സംസാരിക്കുന്നത് കുറച്ചൊരു വിഷമം തോന്നാം. ഓരോന്നിങ്ങനെ മറച്ചിട്ടാ. എന്താ ഇത് ചെയ്യാൻ നല്ല പാടുണ്ട്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടേസ്റ്റാണ്. ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചട്നിക്ക് ഉള്ള സാധനങ്ങൾ ഈ അടുപ്പിൽ തന്നെ ഇടുക. തക്കാളിയും ഉരുളക്കിഴങ്ങും തീയിൽ തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ നല്ല കട്ടിയായിട്ടുള്ള ഇതൊരു ചട്നി പോലെ തന്നെയാണത്. കുറേ ടൈം വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബോൾസൊക്കെ എടുത്തതിന് ശേഷം അത് വെണ്ണീരൊക്കെ നന്നായിട്ട് പോക്കിയെടുത്തിട്ട് അത് ഒരു പാത്രത്തിൽ നെയ്യ് എടുത്തിട്ട് ആ നെയ്യിൽ മുക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കാസറോളിലോ പാത്രത്തിലോ എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കുക. എന്ത് കഴിഞ്ഞു ആൻറ്റി പറയുക ഭയങ്കര ചൂടാണ്, അടുക്കാൻ പറ്റുന്നില്ലാണ്. അവർ റൂമിലേക്ക് പോയ സമയത്ത് എന്നെ ഏൽപ്പിച്ച് പോയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് മറിച്ചിട്ട് എനിക്ക് കരിഞ്ഞു പോയാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വാന്ന്. ഞാൻ പെട്ടെന്ന് മറിച്ചിരുന്ന് കണ്ടോ.